അങ്ങനെ നമ്മുടെ സമരം വിജയിച്ചിരിക്കുന്നു ഗൈസ്. നമ്മുടെ വീഡിയോ കണ്ട് മേയർ തക്കതായ നടപടികളെടുക്കുകയും ഒരു 7 റൂൾ ഓഫ് കമാൻഡ് സെറ്റ് ചെയ്യുകയും ചെയ്തു. മേയറിനോട് നന്ദി അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒറ്റ കാറ്റഗറി ഓഫ് ഐറ്റംസ് മാത്രം സെല്ല് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് മേയർ തീരുമാനമെടുക്കുകയും ഇങ്ങനെ ഓരോ ഷോപ്പുകളിൽ ഒരു ലെക്ടേണിലെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് കാണിക്കാൻ പറ്റുമോ? ഇങ്ങനെ കാണിക്കാം, നോക്കട്ടെ. പെർമിഷൻ ഇല്ല, ട്രസ്റ്റാണ് പുള്ളി ക്ലെയിം ചെയ്തത്. എന്നപോലെ എല്ലാ ഓരോ ഷോപ്പിലും മേയർ അത് വെക്കുകയും പിന്നെ മേയർ തക്കതായ തീരുമാനങ്ങൾ എടുത്ത് മേയറിനോട് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഇനിയും നമ്മൾ സമരങ്ങളും കാര്യങ്ങളും തുടരും. കാര്യം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സമരം ചെയ്യുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു മേയർ മീറ്റിംഗ് നടന്നു ഗൈസ്. ഒരു മേയർ മീറ്റിംഗ് നടന്നു, അർജൻറ്റായി നടത്തിയതാണ്. അതിനെ കുറച്ച് തീരുമാനങ്ങളും കാര്യങ്ങളും മേയർ തക്കതായ തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണണ്ടേ? നിങ്ങളത് പോയി കണ്ടിട്ട് വരിക. ഞാനപ്പത്തേന് വരാം. ബാക്കിൽ നിരന്നിരിക്കുക 2-3 മത്തങ്ങ കൂടെ ഇട്ട് ആയുധങ്ങൾ മാറ്റി വെക്കേണ്ടതാണ്. അതെ, ഇത് സമാധാന ചർച്ചയാണ്. മര്യാദയ്ക്കും ഉണ്ടായിരുന്നില്ല, എല്ലാം ഞാൻ തലയിടിച്ചാൻ പൊളിക്കും. സമാധാനത്തിന് കയ്യിലെ കുന്തവും കൊടച്ചക്കര ഒന്നും മാറ്റി അറിയിച്ചോളുന്നു. എനിക്ക് വിശക്കും, അതുകൊണ്ട് ഞാൻ ഫുഡ് മാത്രം കൈ പിടിച്ചത്. അത് കുഴപ്പമില്ല. ക്യാരറ്റൊക്കെ കയ്യിൽ വയ്ക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കട്ടെ. എല്ലാരും വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്, ഞാനെന്ത് പ്രസംഗിക്കാൻ പോണോ? സോറി, പറഞ്ഞോ. ഓക്കെ, നമ്മുടെ മേയർ ജി പറഞ്ഞത് പ്രകാരം ഇവിടുത്തെ ലോ എൻഫോഴ്സ്മെന്റിൽ കുറച്ച് കൃത്രിമങ്ങൾ നടക്കുന്നു എന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി. എക്സ്ട്രാ ചേർക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളഞ്ഞ് അത് കണ്ടുപിടിച്ച് ആരാണത് ചേർക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ നിയമിച്ചതാണ് മിസ്റ്റർ നമ്മുടെ സ്വന്തം മേയർ. അപ്പം ഞാൻ ഇന്ന് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം ഇവിടെ ഒരു ലോഡ് കണക്കിന് കള്ളക്കടത്ത് ഇവിടെ നടക്കുന്നുണ്ട്. ഐ മീൻ കള്ളന്മാർ ഇതിലെ പതുങ്ങി നിൽക്കുന്നു. ഞാൻ അടുക്കി വെച്ചിരുന്ന ഡയമണ്ടിന്റെ അടിയിൽ നിന്ന് തുരന്നുകൊണ്ട് പോയി ആരാ കണ്ട മനസ്സിലാക്കണം. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രകാരം നമ്മൾ ആളെ ഫിംഗർ പ്രിന്റ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആളെ ഇപ്പൊ നമ്മൾ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മിസ്റ്റർ ഷനാഫിൽ. ഓഹോ, കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. ആളെ ഫിംഗർ പ്രിന്റ് വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എലിയുടെ ബന്ധത്തിൽപ്പെട്ട ആരോ ആണെന്നാണ് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ ആള് പല ഇല്ലീഗൽ കച്ചവടങ്ങളും ഇവിടെ ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സോ അതിനാൽ ഈ സിറ്റിയിൽ കൂടുതൽ ലോ ആരാണ് പറയണേ, ഇത് സിറ്റിയിൽ ലോ ആൻഡ് ഓർഡർ വല്ലാണ്ട് ലംഘിക്കുന്നത് കാരണം എൻ്റെ ഒരു നമ്മുടെ ഈ എല്ലാവരും നിൽക്കുന്ന ആൾക്കാരുടെ അഭിപ്രായത്തിൽ നമ്മളൊരു ലോ ആൻഡ് എൻഫോഴ്സ്മെന്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. എന്താണ് മേയറിന്റെ അഭിപ്രായം? ഇപ്പം തന്നെ ഫോറൻസിക് റിപ്പോർട്ട് വെച്ച് അവന്റെ ഡയമണ്ട് ബ്ലോക്ക് വെക്കാൻ പോലും സ്ഥലം ഇല്ലാണ്ടിരിക്കുകയാണ്. ആളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ വേറെ ആരെയും പോയി തൊട്ടാൽ ആളുടെ ഫിംഗർ പ്രിന്റും കൂടെ അതിൽ വരും. ഞാൻ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ മേയർ ഈ ഏരിയ ഒന്ന് ക്ലെയിം ചെയ്തിട്ട് ഹോപ്പർ സിസ്റ്റം രീതിയിലാക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. ഹോപ്പർ ഡ്രോപ്പ് ചെയ്യുന്നിടുന്ന രീതിയിൽ. അത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ അതിൽ വേറൊരു പ്രശ്നം വരുന്നുണ്ട്. എന്താണ്? നമ്മൾ പിന്നെ അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഡയമണ്ട് പൈല് വേറെ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ. അല്ല, അതല്ല സംഭവം. നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജനങ്ങളെ നമുക്ക് തന്നെ വിശ്വാസം ഇല്ല എന്ന് പറയുന്നതല്ലേ. അതായത് ഇപ്പൊ ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ടും ആരും എടുത്തോണ്ട് പോകരുത്. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കി എടുക്കുകയല്ലേ നമ്മൾ വേണ്ടത്. അതെ. അപ്പൊ അപ്പം ഇങ്ങനെ അഥവാ അങ്ങനെ ആരെങ്കിലും തുരന്നെടുത്തോണ്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവന്മാരെ പിടിച്ച് കഠിനമായിട്ടുള്ള ശിക്ഷകൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ നല്ലതായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ക്ലെയിമും കാര്യങ്ങളും ഇല്ലാണ്ട് തന്നെ വളരെ വിശ്വാസപൂർവമായിട്ട് ഇതിലെ കൂടെയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റും എന്നാണ്
മേയർ എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ രേഖപ്പെടുത്താനുള്ളത്. അതിനെ ഈ ലോ എൻഫോഴ്സ്മെന്റ് ഒന്ന് കഠിനമാക്കിയാൽ നല്ലതായിരിക്കും. അതെ അതെ അതെ. ഞാനിപ്പോ എന്നാ പിന്നെ ഈ ലോ എൻഫോഴ്സ്മെന്റിന്റെ തലവനായിട്ട് ഞാനിവിടെ ടിക്സിനെ അങ്ങാട് നിയമിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ കൈയടിച്ച് പാസ്സാക്കുന്നു. എല്ലാവർക്കും ആയിക്കോട്ടെ. പിന്നെ ഈ ഒരു ഫോഴ്സിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടിക്സിന്റെ അടുത്ത് അപേക്ഷകൾ കൊടുക്കുക. ഈ നമ്മുടെ പോലീസിന്റെ ഇതിനകത്ത് വേണ്ടിയിട്ട് നമ്മൾ കുറെ കഠിന പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അവൻ നല്ല ബലഹാണ്ട മറ്റേ ഘോരന്മാരായിട്ടുള്ള ആൾക്കാരെ എടുക്കുന്നതായിരിക്കും. അതെ അതെ, പൈററ്റ് ഹണ്ടേഴ്സിനും നമുക്കിവിടെ ജോയിൻ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ആൾറെഡി കടലിലുള്ളവന്മാരെ പൊക്കി നല്ല ശീലമുള്ളതാണല്ലോ. എന്ത് പറയുന്നു? ഓക്കെ. ഈ ഫോഴ്സിൽ സ്ത്രീകളെ കയറ്റണ്ടല്ലേ? ആവശ്യമില്ല. പിടിക്കണം. അതെ അതെ, അവർക്ക് അത്ര ബുദ്ധിമുട്ടാ. സ്ത്രീകളെ വിയർപ്പിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രം, അല്ലാണ്ട് ഇതൊരു മറ്റേ മെയിൽ അല്ല. നമ്മുടെ സഹോദരിമാർ വിയർക്കാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ അജണ്ടയുടെ പേരിൽ ഈ ഒരു ഫോഴ്സിലേക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതല്ല. ഒന്നാം വുമൻസ് ഡേ ഒക്കെയാണ്, അപ്പൊ അതിനെ പ്രധാനിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ബഹുമാനിക്കുന്നു അല്ലേ? അതെ, തലയെ കയറ്റി വെച്ച് ബഹുമാനിക്കുന്നു. കണ്ടില്ലേ? തലയിൽ കയറാൻ വന്നാൽ ലോ എടുത്തിട്ട് തലയിൽ അടിക്കും. അതെ. അപ്പൊ ടിക്സ് ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഇവിടെ ഒരു നിയമസംഹിത ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതായത് എന്തൊക്കെ പണിഷ്മെന്റിന് എന്തൊക്കെ ശിക്ഷകൾ എന്നുള്ള രീതിക്കുള്ള ഒരു ബുക്കൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു ജയിൽ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മുടെ കോർട്ട് റൂം. അതെ അത് മേയറിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ആൾക്കാരെ കൊണ്ട് പണിയിക്കാവുന്നതാണ്. എല്ലാം തനിയെ ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ട് ആ ഒരു പരിപാടികളൊക്കെ ചെയ്യുക. ആർക്കെങ്കിലും കൊട്ടേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. കത്തയച്ച് ബന്ധപ്പെടുക. അതിനുള്ള സ്ഥലം താങ്കൾ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്കൾ വല്ലപ്പോഴും ഈ വഴിക്കോട്ടൊക്കെ വരണമെന്ന് അപേക്ഷിക്കുന്നു. ശരി, അതിലെനിക്ക് പങ്കില്ല. മടിയൻ പാർട്ടി അസോസിയേഷൻ നിങ്ങൾ ഞാനിപ്പം ലോ എൻഫോഴ്സ്മെന്റ് ഞാനിവിടെ ഇല്ല എങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇവിടെ ഇട്ടാൽ മതി. ഞാൻ എന്റെ വീട്ടിലുണ്ടാവും. എന്റെ വീട്ടിൽ ഒരു മാൻഷനാണ്. അപ്പം ഞാൻ അവിടെ ഉണ്ടാവും. എന്നെ വിളിച്ചാൽ ഞാൻ ലൊക്കേഷൻ കൂടെ തന്നായിരുന്നെങ്കിൽ നല്ലതായി. അത് വേണ്ട, നിങ്ങൾക്ക് അവിടെ വന്നിട്ട് മാൻഷന്റെ അകത്ത് കയറി കൂടാനല്ലേ. ആ മാൻഷൻ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. പണിയെടുത്തുണ്ടാക്കിയ മാൻഷൻ ആടെ ഞാൻ ഒരുത്തനും കയറ്റിവിടണ. പോരാടാൻ അപ്പൊ നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ? ഞാൻ നമ്മുടെ ഈ ഒരു സംഘടനയ്ക്ക് ഒരു അടിപൊളി ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാരും അവിടെ പോയി ഇരിക്കേണ്ടതാണ്. പ്ലീസ് എവരിബഡി പ്ലീസ് ബി സീറ്റഡ്. ഒരു എണ്ണത്തിന് പേഷ്യൻസ് ഇല്ല കേട്ടോ. അതെ, ഇതിനെ നമുക്ക് കെമിക്സ് ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസ് ക്ലിയോ എന്ന് വേണമെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ കേലിയോ എന്നും വിളിക്കാം. എന്തിനു വേണം? ക്ലിയോ. നല്ല സുഖമുള്ളവർക്കല്ലേ ക്ലിയോ. അപ്പം ഈ ക്ലിയോയിലുള്ള ഓഫീസേഴ്സിനെയും ക്ലിയോ എന്ന് വിളിക്കാം. അതായത് കെമിക്സ് ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്നുള്ള പേരിൽ നമുക്ക് ബഹുമാനം ക്ലിയോ എന്ന് വിളിക്കാം. ഓക്കെ, എല്ലാരും കൈയടിച്ചൊന്ന് പാസ്സാക്കുക. അതാണ്. അതെ ക്ലിയോസ്. അപ്പം സൂപ്രണ്ടന്റ് ഓഫ് ക്ലിയോ നമ്മുടെ ടിക്സ് ഉടനെ തന്നെ ഇതിന്റെ നിയമസംഹിതയൊക്കെ എഴുതിക്കൊണ്ടുവരുന്നതായിരിക്കും. അതെ. ഇനി ഒരു മേയോറിയൽ മീറ്റിംഗിൽ നമുക്ക് അതൊക്കെ ഒന്ന് വായിച്ച് തൃപ്തിപ്പെട്ടതിന് ശേഷം അത് നമുക്ക് നിയമമായിട്ട് പാസ്സാക്കാം. ഓക്കെ. ആ കിടന്നുറങ്ങുന്നവനെ ഒന്ന് ചവിട്ടി എണീപ്പിച്ചാണ്.
ആദ്യത്തെ ബാൻഡിന് മീറ്റിംഗ് ആദ്യത്തെ കിടന്ന് punishment ഇവന്. ഉറങ്ങുന്നോടാ. നാളെ 2 ഡയമണ്ട് കൊണ്ട് വന്നാ മതി നീ. ഓ അനീതിക്ക് പോരാടാൻ മടിയും പാർട്ടി അസോസിയേഷനുള്ള കാര്യം വെച്ചോളും. നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറെ പണിഷ്മെന്റുകളൊക്കെ കൊണ്ടുവരണം കേട്ടോ. കാറ്റസിലൂടെ നടത്തുക, ലാവയിലൂടെ നീന്തുക, എന്നിട്ട് അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ കൊണ്ടുവരണം. ഉറപ്പായും. എന്നിട്ട് നിറയെ പഫർ ഫിഷ് ഉള്ള കുളത്തിൽ തള്ളിയിടുക, അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറെ പണിഷ്മെന്റുകൾ എല്ലാം കൊണ്ടുവരണം. എല്ലാം അതെ, ഞാൻ വിചാരിക്കുന്നു അത് നമുക്ക് ഇവിടെ അതിന്റെ മെയിൻ ഓഫീസ് വെച്ച് പണിഷ്മെന്റ് നമുക്ക് വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു. പണിഷ്മെന്റ് റൂം നമുക്ക് ഒരെണ്ണം സെറ്റ് ചെയ്യാം. നമുക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ വേണ്ട, ദൂരമായ അത് ഈ നമ്മൾ നിഗൂഢമായ സ്ഥലത്ത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാം. ഈ പാവപ്പെട്ട പ്രവർത്തകന്റെ സമരപന്തല് കണ്ടായിരുന്നോ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോള് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ, നന്ദി. നമസ്കാരം. അവന്റെ ഒരു സമരപ്പന്തല് പോടാ. പടിയെ പാർട്ടി അസോസിയേഷൻ കയറെങ്കിൽ പറഞ്ഞു. താങ്കളുടെ പാർട്ടിയുടെ പേരെന്താണ്? പടിയെ പാർട്ടി. ഓക്കെ, അത് ആ പാർട്ടിയിൽ ആരെ കണ്ടാലും നമുക്ക് ആദ്യം പിടിച്ച് കിട്ടിയതാ. അയ്യോ അങ്ങനെ പറഞ്ഞോട്ടെ. നമ്മുടെ അനീതിക്ക് ടെസ്റ്റ് അടിക്കാൻ ആളായി. അപ്പൊ ശരി, ബൈ. മാത്രം. ഞാൻ പാർട്ടി പിരിച്ചുവിട്ടനെ അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ, എല്ലാവരും മീറ്റിംഗ് പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. ബൈ ബൈ. ഞാൻ എന്റെ ബാക്കി പണിയിലോട്ട് കടക്കുന്നു, എന്റെ ഫോറൻസിക് തിരച്ചിലുകളിലേക്ക്. അതെ, എനിക്കും നിങ്ങൾ ആ ക്യാമറ വിഷ്വല് കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മേയർ തക്കതായ തീരുമാനിക്കുകയും അത് കുറച്ച് ലോ എൻഫോഴ്സ്മെൻറ്റ് നിയമിക്കുകയും ഇനി തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ നടപടിയെടുക്കാൻ വേണ്ടി ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ മേയർ ആ ടൈമിൽ തീരുമാനിച്ചു. അങ്ങനെ നല്ലതായ കാര്യങ്ങൾ മേയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മേയർ ഇനിയും നല്ലപോലെ K4 എന്ന ലോകത്തെ വാഴട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയി കാര്യം ചെയ്യണം. കഴിഞ്ഞ 2 എപ്പിസോഡ് നമ്മൾ എന്താ ചെയ്തേ, എക്സ്പ്ലോറിങ് ആയിരുന്നു. ഇത്തവണ നമ്മൾ ഷോപ്പ് ഇടാൻ പോകുന്നു. നമ്മുടെ ഷോപ്സിലൊക്കെ കാണുന്നതെന്ന് പറയുന്നത് ഈ വുഡ് ഷോപ്പ്, അങ്ങനെ ഷോപ്പ്. പക്ഷേ ഈ ഷോപ്പ് ഉണ്ടാക്കിയ എന്ത് വേണം, അടിസ്ഥാനമായി വേണ്ട ഒരു കാര്യമാണ് കല്ലുകളില്ലാതെ എങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടാക്കും, എങ്ങനെ അത് ബലവത്തായിരിക്കും. അപ്പം നമുക്ക് കല്ലുകളെല്ലാം വെക്കുന്നൊരു ഷോപ്പ് ഉണ്ടാക്കിയല്ലോ. അതിന് ആദ്യം ആവശ്യമുള്ള സംഭവം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് വേണം. ഡയമണ്ട് പിക്കാക്സ് മേടിക്കുകയും കുറച്ച് എമറാൾഡ് വേണം. നമ്മുടെ ഏർപ്പാട് 16 എമറാൾഡ് കണ്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് നേരെ പോയി അയൺ ഫാമിൻ്റെ അടിയിലോട്ട് പോയിട്ട് കുറച്ച് അയൺ എടുക്കാം. ഇവിടെ ഓൾറെഡി അയണ് AFK നിന്ന് എൻ്റെ ടീമേറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അതെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. നോക്കട്ടെ, അയൺ ഓക്കെ, അത്യാവശ്യം അയണുണ്ട്, അതിനകത്ത് എമറാൾഡില്ല. ഓക്കെ, നമുക്ക് മേളിലോട്ട് പോയിട്ട് നമുക്ക് പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഓക്കെ, ഞാൻ മേളിൽ വന്നു. നമുക്ക് ഈ അയൺ മൊത്തം ഒന്ന് ട്രേഡ് ചെയ്യാൻ. നമുക്ക് വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് കൊടുത്ത് അയൺ കൊടുത്തിട്ട് നമുക്ക് അയണെല്ലാം ട്രേഡ് ചെയ്ത് ഞാൻ അത്യാവശ്യം ഒരു എമറാൾഡ് ഒപ്പിച്ചിട്ട് നിങ്ങളെ കാണിക്കാം. നമ്മൾ പിക്കാക്സ് സെറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ വീണ്ടും ചത്ത് നമ്മുടെ കയ്യിൽ ഐറ്റംസ് പോയി. അപ്പോൾ നിങ്ങൾ കാണണം, ദൈവദൂതനെ പോലെ ഒരാൾ നമ്മുടെ അടുത്തെത്തിയത്. ഈ MC ക്രൗഡ്സ് ആരെന്തറിയോ, MC ക്രൗഡ്സ് നമ്മുടെ മുൻപിലെത്തി. നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ MC ക്രൗഡ്സ് ഇപ്പോൾ തരും. പിക്കാക്സ് നമുക്ക് പോയപ്പോൾ MC ക്രൗഡ്സ് ഞാൻ തരാൻ പറഞ്ഞ ദൈവദൂതനെ പോലെ എഴുന്നള്ളിയിരിക്കുന്നു. ആരാന്ന് നോക്കൂ, നമ്മുടെ MCK ബ്രയൻ. നമുക്ക് പിക്കാക്സ് എന്തുകൊണ്ട് MC ക്രൗഡ്സിനോട് നന്ദി അറിയിക്കുന്നു. MC ക്രൗഡ്സിൻ്റെ ചാനൽ ലിങ്ക് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കാണാം. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏകദേശം നമ്മുടെ കയ്യിൽ സെറ്റായിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ 2 ചെസ്റ്റ് ആവശ്യമുണ്ടായി, 2 ചെസ്റ്റ് സെറ്റായി. പിന്നെ അയൺ ബ്ലോക്ക് ഉണ്ട്, പിന്നെ കുറച്ച് നമ്മൾ ബെഡും എടുത്തു, ഫുഡും സെറ്റായി. ഈ പിക്കാക്സും നമ്മൾ പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളത് കോബിൾ സ്റ്റോണും. ഓക്കെ, ഇവിടുന്ന് ഈ ബേസ് ഏരിയ തന്നെ നമുക്ക് കോബിൾ സ്റ്റോൺ, ഡീപ് സ്ലേറ്റ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ബേസ് ഏരിയ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ പിക്കാക്സും നമ്മൾ OP ആക്കി ഗോൾഡൻ ആപ്പിളും കിട്ടി. നമുക്ക് പിക്കാക്സ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടെന്ന്. അതിനകത്ത് നമുക്ക് നോക്കാം. സിൽക്ക് ടച്ച്, അൺബ്രേക്കഡ് 3, ബെൻഡിങ് എല്ലാം അതിനകത്തുണ്ട്. നമുക്ക് ഇനി വേണ്ടത് എന്താണ്,
ഇത് പെട്ടെന്ന് മൈൻ ചെയ്ത് തീർക്കുകയാണെങ്കിൽ എഫിഷ്യൻസി 5 മാത്രം പോരാ, നമുക്കൊരു പവർ സോഴ്സ് വേണ്ടേ. ആ പവർ സോഴ്സ് എന്താ നിങ്ങൾ ഗെസ് ചെയ്യൂ. നമുക്ക് പെട്ടെന്ന് നോക്കാം. അയ്യാതാ വീണ്ടും എന്ന് കയറാൻ അങ്ങോട്ട്, ഇത് കയറുന്നില്ല അങ്ങോട്ട്, എന്താ കഷ്ടം ഇത്. ഓക്കെ, നമ്മൾ കയറിയതാ നമ്മുടെ ബെഡ്റൂം. ഓക്കെ, എന്താണ് നമ്മുടെ പവർ സോഴ്സ്? ദ ബീക്കനാണ് നമ്മുടെ പവർ സോഴ്സ് പറയുന്നത്. പവർ സോഴ്സ് സെറ്റായി, അത് ഏകദേശം കാര്യം സെറ്റായി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഇനി ആവശ്യമുള്ള ആ ഏരിയയിലോട്ട് പോകണം. ആ ഏരിയ പോയാലേ നമുക്കത് മൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഏരിയ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഏരിയ, ദ ബാഡ്ലാൻഡ്, അല്ലെങ്കിൽ നമ്മൾ മെസ്സാബയം, അങ്ങനെ പല പേരുകളും ഇത് അറിയപ്പെടും. ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ടെറാക്കോട്ട കിട്ടണം. ടെറാക്കോട്ടയ്ക്ക് ഫോർമുല പ്രത്യേകത വെച്ചാൽ ചില 2 ഏരിയാസിൽ മാത്രമേ ഉള്ളൂ ബാഡ്ലാൻഡ് ഉള്ളത്. സോ നമുക്ക് ബീക്കൺ വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് ചട പരിഹരിക്കാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്തു. ബീക്കൻ്റെ പ്ലാറ്റ്ഫോം എല്ലാം സെറ്റ് ചെയ്തു. ഇനി പവർ അപ്പ് ചെയ്താൽ മതി. ഓക്കെ, വി വിൽ ബ്രിങ് ഹോം ദ ബീക്കൺ ആൻഡ് ദ ബീക്കണേറ്റർ അഡ്വാൻസ്മെൻറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇനി നമുക്കുള്ള പരിപാടി തന്നെ പവർ അപ്പ് ചെയ്യാം. സോ അത് പെട്ടെന്ന് പവർ അപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു Ace 2 മാത്രമേ കിട്ടുള്ളൂ, എന്താണെന്ന് അറിഞ്ഞുകൂടാ. Ace 2 കിട്ടി ഗൈസ്. നമുക്ക് പവർ അപ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് എന്തോ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ Ace 2 സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ നോർമൽ ടെറാക്കോട്ട ഉണ്ട്. നമുക്ക് ഈ യെല്ലോ ടെറാക്കോട്ട മൈൻ ചെയ്യാം. നോർമൽ ടെറാക്കോട്ട നമ്മുടെ സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ ടെറാക്കോട്ട ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഈ യെല്ലോ ടെറാക്കോട്ട ഒന്ന് പെട്ടെന്ന് മൈൻ ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, പെട്ടെന്ന് മൈൻ ചെയ്യട്ടെ. ഓക്കെ, എല്ലാ ടെറാക്കോട്ട നമ്മൾ മൈൻ ചെയ്തു. ഇനി നമുക്ക് വൈറ്റ് ടെറാക്കോട്ട മൈൻ ചെയ്യണം. വൈറ്റ് ടെറാക്കോട്ട പെട്ടെന്ന് മൈൻ ചെയ്ത് തീർക്കാം. ചടപട നമ്മൾ ഒരു സ്റ്റാക്ക് വെച്ച് മൈൻ ചെയ്യത്തുള്ളൂ, അല്ലാതെ കൂടുതൽ കിടന്ന് ചുമ്മാ ബാക്കി നമ്മൾ ലൈവായിട്ട് ചെയ്യും. ഓക്കെ, വൈറ്റ് ടെറാക്കോട്ട നമ്മൾ മൈൻ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ താഴെ കിടക്കുന്ന ടെറാക്കോട്ട പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞോളൂ. ലൈറ്റ് ഗ്രേ ടെറാക്കോട്ട, അതൊരു സ്റ്റാക്ക് മൈൻ ചെയ്യാൻ പെട്ടെന്ന് പരിപാടി തീർക്കട്ടെ. ഓക്കെ, കമോൺ. വൈറ്റ് ടെറാക്കോട്ട നമ്മൾ മൈൻ ചെയ്തു. ഇനി നമുക്ക് മൈൻ ചെയ്യാനുള്ളത് ഓറഞ്ച് ടെറാക്കോട്ടയാണ്. സോ നമുക്ക് ഈ ഓറഞ്ച് ടെറാക്കോട്ട പെട്ടെന്ന് മൈൻ ചെയ്യാം. പെട്ടെന്ന് മൈൻ ചെയ്യും. ഓക്കെ, നമ്മൾ ഓറഞ്ച് ടെറാക്കോട്ട സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള ടെറാക്കോട്ടസ് നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ചെസ്റ്റിനകത്ത് കയറ്റി വെക്കാം. ഓക്കെ, നോർമൽ ടെറാക്കോട്ട കുറേ സ്റ്റാക്ക് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വൈറ്റ് ടെറാക്കോട്ട, ഓറഞ്ച് ടെറാക്കോട്ട, അങ്ങനെ എല്ലാ ടെറാക്കോട്ടസ് നമ്മൾ മൈൻ ചെയ്തു. ഓക്കെ, നമ്മൾ ഇന്നത്തെ പരിപാടി എത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ ലൈവായിട്ട് വല്ലതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാ മച്ചാനും താങ്ക്സ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസോ ഐഡിയാസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഓൺ ചെയ്യാം. നമുക്ക് പറ്റുന്ന ഗെയിംസൊക്കെയാണ് നമുക്ക് ട്രൈ ചെയ്യാം. പറ്റുന്ന സെർവേഴ്സ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ശരി, ടാറ്റ, ബൈ, സീ യു.